അടുത്ത കുറച്ച് കാര്യം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ടീച്ചിങ് തന്നെ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു എന്ന് മാത്രം. ഓക്കെ, നോക്കിക്കേ, ക്ലിയർ ഒബ്ജക്റ്റീവ്സ്. എന്താ? ഗുഡ് ടീച്ചിങ് ഇൻവോൾവ്സ് സെറ്റിംഗ് സ്പെസിഫിക് മെഷറബിൾ ലേണിംഗ് ഗോൾസ് ദാറ്റ് ഗൈഡ് ഇൻസ്ട്രക്ഷൻ ആൻഡ് അസസ്മെന്റ്. എന്താ? നല്ലൊരു ടീച്ചിങ് പ്രോസസ്സ് അല്ലെങ്കിൽ നല്ലൊരു ടീച്ചറാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്താ ചെയ്യുന്നേ? നമുക്ക് നല്ലൊരു ഗോള് നമ്മൾ സെറ്റ് ചെയ്യണം. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ലേണിംഗ് ഗോള് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഔട്ട്കം നമ്മൾ സെറ്റ് ചെയ്യണം. എന്നിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? കുട്ടികളെ കാര്യങ്ങൾ പഠിപ്പിക്കുക. സോ ഏതൊരു കാര്യമായാലും ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം. ദെൻ എൻഗേജ്മെന്റ്. Effective teachers actively engage students through interactive activities, discussion and hands-on learning, fostering interest and motivation. അപ്പോൾ നമ്മൾ തന്നെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, ഓ ആ ടീച്ചറുടെ ക്ലാസ് ഭയങ്കര ബോറാ, അത് കാര്യമൊന്നുമില്ല. ചില ടീച്ചേഴ്സ് ആണെങ്കിലോ ആ ടീച്ചറുടെ ക്ലാസ് മിസ്സാക്കാൻ പറ്റില്ല, അടിപൊളിയായിട്ട് എടുക്കും. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? നല്ലൊരു ടീച്ചിങ് പ്രോസസ്സ് അല്ലെങ്കിൽ നല്ലൊരു ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ ആക്റ്റീവ് ആക്കി നിർത്താനും പല ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് വഴി കുട്ടികളെ ഒരു എന്താ പറയുക എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ കുട്ടികളിൽ നല്ലൊരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നല്ലൊരു ടീച്ചർക്ക് പറ്റുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ ക്ലാസ് റൂം മാനേജ്മെൻറ്റ്. Establishing a positive classroom environment with clear expectation promotes respect, cooperation and focused learning. ഈ ക്ലാസ് റൂം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വലിയ സ്കോപ്പ് ഉള്ളൊരു ടോപ്പിക്കാണ്. അതായത് നമ്മളിപ്പോൾ എന്താ ഇതിപ്പോൾ എന്താ നമുക്ക് അത്യാവശ്യം വിവരം ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെയായാലും നമുക്ക് പഠിപ്പിച്ചൂടെ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ ടീച്ചിങ്ങിനെ സംബന്ധിച്ച് പഠിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ക്ലാസ് റൂം മാനേജ്മെൻ്റ് ആണ്. അതായത് ചിലപ്പോൾ ഒരു ടീച്ചർ, ഇപ്പോൾ എക്സാമ്പിൾ എടുക്കാം, ഒരു ടീച്ചറുണ്ട്, നല്ല നോളേജാണ്, നല്ല അടിപൊളി നോളേജാണ്, പക്ഷേ ആ ടീച്ചർക്ക് കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. നേരെ മറിച്ച് ഇപ്പോൾ വേറൊരു ടീച്ചർ അത്യാവശ്യം വേണ്ട നോളേജൊക്കെ ഉണ്ട്, അങ്ങനെ ഇപ്പോൾ എന്താ പറയുക നല്ല ഹൈഫൈ നോളേജും കാര്യങ്ങളൊന്നുമല്ല, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാകത്തിന് ആവശ്യമായിട്ടുള്ള നോളേജൊക്കെ ഉണ്ട്. പക്ഷെ ആ ടീച്ചർക്ക് കുട്ടികളോട് എങ്ങനെ പെരുമാറണം, കുട്ടികളെ എങ്ങനെ കയ്യിലെടുക്കണം, അവരെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നറിയാം എന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഭയങ്കര എഫക്റ്റീവും അതേപോലെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാമെന്ന് തോന്നുന്നതാണ്. ഓക്കെ, അതായത് ഇന്നത്തെ കാലത്തെ കുട്ടികളെയൊക്കെ പ്രത്യേകിച്ച്, കാരണം ഇന്നത്തെ കാലത്തെ കുട്ടികളെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേകം അതിനായിട്ടൊരു സ്കില്ലും കാര്യങ്ങളും വേണ്ട സിറ്റുവേഷനാണ്, പണ്ടത്തെ പോലെയൊന്നും അല്ല. സോ ആ ഒരു ക്ലാസ് റൂം മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അവരെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യാം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ അഡാപ്റ്റബിലിറ്റി. Good teachers tailor their methods to meet diverse learning styles and needs, ensuring that all students can succeed. എന്താണ്? മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറണം. ഇപ്പോൾ പഴയ ഒരു ടീച്ചർ, ഒരു 19 വയസ്സായ ഒരു ടീച്ചർ പണ്ട് പഠിപ്പിച്ച അതേപോലെ തന്നെ ഇപ്പോഴും പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമുണ്ടോ? ഒരു 20 വർഷം മുന്നേ പഠിപ്പിച്ച അതേ രീതിയിൽ ഇപ്പോഴും നമ്മൾ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു അർത്ഥമില്ല. കാരണം ഇന്നത്തെ കാലത്ത് അതൊരു എഫക്റ്റീവ് മെത്തേഡല്ല. പണ്ട് ഒരു ഓട്ടോക്രാറ്റിക് ടീച്ചിങ് ഒക്കെ ആയിരിക്കും, പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രണ്ട്ലി ടീച്ചിങ് ആണ് വരുന്നത്. സോ ഓരോ കാലത്തിനനുസരിച്ചും ടീച്ചേഴ്സും എന്ത് ചെയ്യണം? ആ ചേഞ്ചസിനെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെയാണ് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ ഇപ്പോൾ ക്ലാസ് റൂം മാനേജ്മെൻറ്റ് പറഞ്ഞ പോലെ തന്നെ ഒരു ടീച്ചർ നല്ല രീതിയിൽ വിവരമുണ്ട്, പക്ഷേ അത് പ്രോപ്പറായ രീതിയിൽ കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റില്ല, കമ്മ്യൂണിക്കേഷൻ സ്കിൽ കുറവാണ് എന്നുണ്ടെങ്കിൽ ഇതിലൊന്നും ഒരർത്ഥമില്ല. ആസ് എ ടീച്ചർ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നോളേജിനേക്കാൾ കൂടുതൽ നമുക്ക് ആവശ്യം എന്താ വേണ്ടത്? കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ്. കാരണം നല്ല രീതിയിൽ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ മാത്രമേ നമ്മൾ ആ ഒരു ചെയ്യുന്ന പ്രൊഫഷനോട് നമുക്ക് നീതി പുലർത്താൻ പറ്റുള്ളൂ. ഓക്കെ, സോ ആസ് എ ടീച്ചർ, ഒരു നല്ല ടീച്ചറാണെങ്കിൽ നല്ല ഒരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അവിടെ ഉണ്ടായിരിക്കണം. അതുമാത്രമല്ല അസസ്മെൻറ്റ് ആൻഡ് ഫീഡ്ബാക്ക്. യൂട്ടിലൈസിങ് ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെൻറ്റ്സ് along with providing constructive feedback helps monitor progress and guide improvement. ചില ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും നമുക്ക് എന്താ പറയുക 10 മാർക്കിന് 20 മാർക്കിന് എന്നൊക്കെ പറഞ്ഞാൽ ഓരോ യൂണിറ്റ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്തും, പക്ഷേ എക്സാം നടത്തുക മാത്രമേ ഉള്ളൂ, അതിൻ്റെ ആൻസർ ഷീറ്റോ അല്ലെങ്കിൽ അതിൻ്റെ മാർക്കോ ഒന്നും കുട്ടികളിലേക്ക് എത്തിക്കില്ല.
എക്സാം നടത്തുന്നുണ്ടാവും, പക്ഷെ അതൊന്നും കുട്ടികളിലേക്ക് എത്തിക്കുന്നുണ്ടാവില്ല. എന്താ, ടൈംലി ഫീഡ്ബാക്ക് അവിടെ കൊടുക്കുന്നില്ല. അപ്പോൾ കുട്ടികൾ പഠിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, അവർ അസസ് ചെയ്യാൻ വേണം. അതേപോലെ തന്നെ ആ അസസ് ചെയ്തതിൻ്റെ റിസൾട്ട് അവരിലേക്ക് എത്തിക്കുകയും വേണം. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫീഡ്ബാക്ക് ആയിട്ട് പറയണം, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, വെരി ഗുഡ്, അല്ലെങ്കിൽ ഇവിടെ ഇന്ന രീതിയിലൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. അങ്ങനെ ഒരു ഫീഡ്ബാക്ക് ടീച്ചറുടെ കയ്യിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ ആ കുട്ടിക്ക് അവിടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പം എന്താ, നമ്മൾ എക്സാം എഴുതുന്നു, അതിൻ്റെ റിസൾട്ട് ഒന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പം നമ്മൾ എന്താ മിസ്റ്റേക്ക് ചെയ്തത് എന്നുള്ളതും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ആസ് എ ഗുഡ് ടീച്ചർ നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ കുട്ടികളുടെ അസസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് അതിന് നല്ല ഫീഡ്ബാക്സും കൊടുക്കണം. ഓക്കെ, ക്ലിയർ ആയോ?